ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഞാനാ. ആ, മനസ്സിലായി. അമ്മേ, നിങ്ങൾ എവിടെയാണെന്ന്? പ്രിയങ്ക അമ്മയുടെ കൂടെ ഉണ്ടോ? ഏത് പ്രിയങ്ക? അമ്മേ, നമ്മുടെ പ്രിയങ്ക മോളെ കുറിച്ചാ ഞാൻ ചോദിക്കുന്നത്. ഹാ, എടാ, നിന്റെ മോള് മരിച്ചു പോയില്ലേ? നീ അവൾക്ക് ബലിയിട്ടതല്ലേ? എവിടെയോ കിടന്ന ഒരു അനാഥയ്ക്ക് അവളുടെ ഭർത്താവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലേ നീ? പിന്നെ നീ എന്തിനാടാ അവളെ അന്വേഷിക്കുന്നത്? അമ്മേ, ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്ക്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ടല്ലോ. അറിഞ്ഞോണ്ടല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ പ്രിയങ്ക മോള് മരിച്ചിട്ടില്ല എന്ന് നിന്നോടും നിന്റെ ഭാര്യയോടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞില്ലേടാ? അന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചോ? പകരം നിങ്ങൾ എന്താ ചെയ്തത്? ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങി എന്നെ ഭ്രാന്തിന് ചികിത്സിച്ചു, പൂട്ടിയിട്ടു. നിങ്ങളുടെ അടുത്തൊന്ന് പോന്നില്ലായിരുന്നെങ്കിലേ ഞാൻ എന്റെ പൊന്നുമോളുടെ അടുത്ത് എത്തില്ലായിരുന്നു. നീയോ നിന്റെ ഭാര്യയോ എന്റെ മോളെ കാണണ്ട. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഞങ്ങൾക്ക് അവളെ കാണണം. അവളോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കല്ലേ നിനക്ക് വേണ്ടത്? ഞാനേ ദേ അവൾക്ക് ഫോൺ കൊടുക്കാം, നീ തന്നെ അങ്ങ് ചോദിച്ചോ. ദാ. മോളെ പ്രിയങ്കേ, അച്ഛനാ മോളെ. എനിക്ക് അച്ഛനില്ലല്ലോ. നിങ്ങൾ ആരാ? മോളെ, അച്ഛനെ നീ മറന്നുപോയോ? അമ്മയെ നീ മറന്നുപോയോ മോളെ? എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾക്ക് വിഗ്രഹം വെക്കുന്ന പണിയാ. ഞങ്ങൾ പോട്ടെ. മോളെ, കേട്ടല്ലോടാ നിന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന്? എനിക്ക് മനസ്സിലായമ്മേ. അവളെ നമുക്ക് ഡോക്ടറെ കാണിക്കാം. എത്ര ചെലവുണ്ടെങ്കിലും ചികിത്സിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയങ്ക മോളെ തിരിച്ചു കൊണ്ടുവരണം. അവൾക്ക് വേണ്ട ചികിത്സയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവള് നേരെയാവുമ്പോ അവളെയും കൊണ്ട് ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തും. അല്ലാതെ നീ എന്നെയോ അവളെയോ തിരഞ്ഞിറങ്ങിയ ഞങ്ങളെ പിന്നെ നിങ്ങൾ ഒരിക്കലും കാണില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ അവളെയും കൊണ്ട് നാട് വിട്ടുകളയും. അമ്മേ, എടാ, ഇത്രയും കാലം തീരുമാനങ്ങളൊക്കെ നീയും നിന്റെ ഭാര്യയും കൂടെ എടുത്തില്ലേ ദേവാ? ഇനി തീരുമാനങ്ങള് ഞാൻ എടുത്തോളാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി.